കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പുകളും മാഫിയകളും വളർന്നു വരുന്നു. ഹാവ് യു ഹേർഡ് അബൌട്ട് ഫ്രോഡ്ലൈൻ വിസ? പച്ച മരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യക്കടുത്ത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്രോത്ത് ആൻഡ് ഗ്രൈൻഡ്. ഇന്ന് നമ്മളുടെ വീഡിയോ വ്യാജ ഏജൻസികളും അതുപോലെ തന്നെ വിസ തട്ടിപ്പുകളും മറ്റുമാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ, ഷെയർ ദ ഡിയർ ആൻഡ് വൺസ്, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, കണ്ടിന്യൂ വാച്ചിങ് ദ ഫുൾ വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഹൗ ടു അപ്രോച്ച് ആൻ ഏജൻസി. സെക്കൻഡ് വൺ, ജെന്യൂനിറ്റി ഓഫ് വർക്ക് പെർമിറ്റ്. കടം മേടിക്കുന്ന പൈസയും പാസ്പോർട്ട് ഒരു ഏജൻസിയിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഏജൻസി പറയുന്നതോ വിത്തിൻ 20 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് യൂറോപ്പിലോട്ട് പറക്കാമെന്നും. ആ 20 ദിവസം സ്വപ്നം കണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്, ഓരോ ദിവസം എണ്ണിക്കൂട്ടി. ഏജൻസി പറഞ്ഞ ടൈം ലിമിറ്റ്, അതായത് 20 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഏജൻസിയെ കോൺടാക്ട് ചെയ്യും. അവർ കോൾ അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഫേക്ക് പ്രോമിസസ് ആണ് പറയുന്നത്. പെട്ടോ എന്ന് വെച്ചാൽ പെട്ടു എന്നൊരവസ്ഥ മാത്രം. ഇനി ആ 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ആരെടുത്ത് പോകും? എവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കും? ആരോട് പറയും? ശ്രദ്ധിക്കണം, ഒരു ഏജൻസിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്പർ 1, ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, ഏതൊരു ഏജൻസി ആണെങ്കിലും ഗവൺമെന്റ് അംഗീകൃത മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ലൈസൻസ് ഉള്ള ഏജൻസിയുമായി അപ്രോച്ച് ചെയ്യുക. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഏജൻസിയുടെ ലൈസൻസ് പരിശോധിക്കുക എന്നതാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ ലൈസൻസ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. ഗൂഗിൾ ക്രോമിൽ മൈഗ്രേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. MIGRAT എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓപ്പൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മൈഗ്രൻ്റ്, എമിഗ്രൻ്റ്, എംപ്ലോയർ, പ്രോജക്റ്റ് എക്സ്പ്ലോറർ, റിക്രൂട്ടിംഗ് ഏജൻറ്റ്സ്, അങ്ങനെ ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ റിക്രൂട്ടിംഗ് ഏജൻറ്റിനകത്ത് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ലിസ്റ്റ് ഓഫ് അൺരജിസ്റ്റേർഡ് ഏജൻസീസ്, അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം കേസ് ഫയലായിട്ടുള്ളവർ, നമ്മുടെ ഇമിഗ്രൻസിനകത്ത് രജിസ്റ്റേർഡ് അല്ലാത്തവരുടെ ലിസ്റ്റാണ് അതിൽ കാണിക്കുന്നത്. ഏകദേശം 23ഓളം പേജ് വരുന്നൊരു ലിസ്റ്റാണ് അതിനകത്തുള്ളത്. നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു പേജ്, അതിനകത്ത് നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റിന് നമ്മൾ കേരളമാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് 23ഓളം പേജ് വരുന്നൊരു ലിസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ എക്സാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സെയിം തന്നെ റിക്രൂട്ടിംഗ് ഏജൻറ്റിനകത്ത് ലിസ്റ്റ് ഓഫ് റിക്രൂട്ടിംഗ് ഏജൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിൻ്റെ PDF വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഏജൻസിയുടെ ലൈസൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ശേഷമോ തീർന്നിട്ടില്ല. ഒരു ഏജൻസിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഏജൻസിയുടെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ലൈസൻസ്ഡ് ഏജൻസി ആകുമ്പോൾ ആ ഏജൻസിക്ക് വെബ്സൈറ്റ് പ്ലസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. ഈ വെബ്സൈറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അവയുടെ കമന്റ് നോട്ട് ചെയ്ത് അവയുടെ ജെനുവിനിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഈ ഏജൻസി ത്രൂ പോയി ആളുകളെ കോൺടാക്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നല്ലൊരു ഏജൻസി ആണെങ്കിൽ പണ്ട് തൊട്ട് പോയ ആളുകളുടെ കോൺടാക്ട് ഷെയർ ചെയ്യുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് കോൺടാക്ട് ചെയ്ത് അവരെന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത്, പറഞ്ഞ ജോലി തന്നെയാണോ ചെയ്യുന്നത്, സാലറി കറക്റ്റ് ആയിട്ടുള്ള കിട്ടുന്നുണ്ടോ എന്ന് ബേസിക് കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അഡ്വാൻസായി വൻതുക മേടിക്കുന്ന ഏജൻസികൾ. അഡ്വാൻസായി വൻതുക മേടിക്കുന്ന ഏജൻസികള് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ 100% ജെനുവിനിറ്റി ഉറപ്പുവരുത്തുകയും അവരുമായി ലീഗൽ എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും ലീഗൽ എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കുന്ന ആള് വാലിഡ് ലൈസൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. മാത്രമല്ല ഒരു കോപ്പി നമ്മളുടെ കയ്യിലും വേണം. ആദ്യം തന്നെ പാസ്പോർട്ട് ആൻഡ് മറ്റ് ഡോക്യുമെന്റ് ഏജൻസി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നീണ്ട കാലയളവിലേക്ക് നിങ്ങൾ വേറെങ്ങും പോകാതെ ഇവരുടെ കയ്യിൽ തന്നെ നിൽക്കാനാണ് ഇത്തരക്കാരെ ലക്ഷ്യം വെക്കുന്നത്. സെഷൻ ജെന്യൂനിറ്റി ഓഫ് വർക്ക് പെർമിറ്റ്. ഇതിൽ നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, എന്താണ് വർക്ക് പെർമിറ്റ്, അതുപോലെ തന്നെ എന്താണ് ഓഫർ ലെറ്റർ. ഫസ്റ്റ് വൺ, എന്താണ് വർക്ക് പെർമിറ്റ്? വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഒരു ഫോറിനറിന് വേറൊരു രാജ്യത്ത് പോയി ലീഗലായിട്ട് വർക്ക് ചെയ്യാനുള്ള അനുമതി. ഓരോ രാജ്യത്തിനും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ബേസ്ഡ് ഓൺ നമ്മൾ എന്ത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാം നോക്കിയിട്ടായിരിക്കും അവർ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് പെർമിറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ. എന്താണ് ഓഫർ ലെറ്റർ? ഓഫർ ലെറ്റർ എന്ന് വെച്ചാൽ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് ഫ്രം ദ കമ്പനി ദാറ്റ് ഹി ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദിസ് ജോബ് റോൾ. അവനോ അവളോ ഈ ജോലിക്ക് സെലക്ട് ആയിട്ടുള്ളതെന്ന് കാണിക്കുന്നത്. ഓഫർ ലെറ്റർ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും നമ്മൾ ഏത് ജോബിനാണ് സെലക്ട് ആയിട്ടുള്ളത്, സാലറി എത്രയാണ്, എന്നാണ് ജോയിനിങ് ഡേറ്റ്, പ്ലേസ്, അതുപോലെ തന്നെ കമ്പനിയുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ അതിനകത്ത് പെർട്ടിക്കുലർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കും. ഇതാണ് ചെറിയ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഓഫർ ലെറ്റർ. ഒരു ഫേക്ക് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടാക്കുക എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ വർക്ക് പെർമിറ്റിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കേണ്ടത്. എന്തെന്നാൽ നമുക്ക് വർക്ക് പെർമിറ്റ് തന്നിട്ടുള്ള കമ്പനിയുടെ അധികാരിത
പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ തട്ടിപ്പിന് ഇരയായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ഡോക്യുമെന്റുമായി കൊച്ചിയിലെ ഇമിഗ്രേഷൻ ബ്യൂറോയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇമിഗ്രേഷൻ ബ്യൂറോ ആൻഡ് കേരള സർക്കാർ ഒന്നിച്ച് ഇത്തരം തട്ടിപ്പുകൾക്ക് എതിരായി ഓപ്പറേഷൻ ശുഭയാത്ര എന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ മെയിൽ ഐ ഡി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വർക്ക് പെർമിറ്റ് ജനറേറ്റ് ചെക്ക് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് ഒരു ആപ്ലിക്കേഷന് സഹായം തേടാവുന്നതാണ്. 95% ഇൻടെക്സ് പോയിന്റ് അടിസ്ഥാനത്തിലാണ് വർക്ക് പെർമിറ്റ് ചെക്ക് ചെയ്ത് തരുന്നത്. നോർത്തൻ ജീനി ആണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഈ ആപ്ലിക്കേഷന് ടെക്സ്റ്റ് ബേസ് ഓർ ഇമേജ് ബേസ് നമ്മുടെ വർക്ക് പെർമിറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചെക്ക് ചെയ്ത് തരുന്നതായിരുന്നു. എന്നിരുന്നാലും കമ്പനിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി ത്രൂ എൻക്വയറി ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. എവിടെയെങ്കിലും കാണുന്നത് കേൾക്കുന്നത് അനുസരിച്ച് ഏജൻസിയെ കുറിച്ച് വ്യക്തമായി പഠിക്കാതെ തട്ടിപ്പിന് ഇരയാതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും ഏജൻസിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ലൈക്ക് ഇമിഗ്രേഷൻ ബ്യൂറോയുടെ ലിങ്ക്, ഇമിഗ്രേഷൻ ബ്യൂറോയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ഓപ്പറേഷൻ സഹായയാത്രയുടെ മെയിൽ ഐ ഡി എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ദിസ് ഇസ് റവീന സൈനിങ് ഓഫ് ഫ്രം ടുഡേ. ബൈ ഫോർ നൗ.